നമസ്കാരം. കോമറ്റ് ടി വിയുടെ സാങ്കേതിക തകരാറുകളെക്കുറിച്ചുള്ള ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ നമ്മൾ സംസാരിച്ച് റീസെറ്റിംഗ് ഫംഗ്ഷനിലുള്ള ചില എററുകളെക്കുറിച്ചായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു ഇഷ്യൂ ആണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാ ആൻഡ്രോയിഡ് ആപ്പുകളും, ഞാൻ ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പർ ആയിരുന്നു, ആൻഡ്രോയിഡ് ഡെവലപ്പറാണ്, ഇപ്പോഴുമാണ്. അപ്പോൾ നമ്മൾ എല്ലാ ആപ്പുകളും നമുക്ക് ഒരിക്കൽ ക്ലോസ് ചെയ്യാൻ സാധിക്കണം. ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് എന്നാലേ നമുക്ക് അടുത്ത ആപ്പിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റും. നമ്മൾ അടുത്ത ആപ്പിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ ഈ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കില്ല, പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പലപ്പോഴും വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. മറ്റ് ആപ്പുകളെല്ലാം ഇതിൻ്റെ ഒരുപാട് മൾട്ടിമീഡിയ ആപ്പുകളുണ്ട്. റേഡിയോ ഉണ്ട്, അതുപോലെ ഫോൺ ഫെസിലിറ്റി, അങ്ങനെ കുറേ ആപ്പുകളുണ്ട്. ഈ ആൻഡ്രോയിഡ് ഓട്ടോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്ക്രീൻ അത് ഫുള്ളായിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ എടുക്കുകയും മറ്റ് എല്ലാ ഫംഗ്ഷനാലിറ്റി പിന്നെ ഡിസേബിൾ ആവുകയും ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ആൻഡ്രോയിഡ് ഓട്ടോ ഓഫ് ചെയ്യാൻ പറ്റുമോ? അതിനും മാർഗ്ഗമില്ല. അത് വളരെ സിമ്പിളാണ്. ഒരു ബട്ടൺ, മേ ബി ഒരു ക്രോസ് ബട്ടൺ, ഒരു ബട്ടണോ എന്തെങ്കിലും ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൻഡ്രോയിഡ് ഓട്ടോ ഡിസേബിൾ ആവേണ്ടതാണ്, ഡിസ്കണക്റ്റ് ആവേണ്ടതാണ്. നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ആൻഡ്രോയിഡ് ഓട്ടോ ഓഫ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. പിന്നെ നമുക്കൊന്ന് റേഡിയോ കേൾക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യണമെങ്കിലോ നമുക്ക് ഒന്ന് ഫോൺ വിളിക്കണമെങ്കിലോ ഒന്നിനും പറ്റില്ല. എല്ലാം ഫുൾ സ്ക്രീൻ ആൻഡ്രോയിഡ് ഓട്ടോയായിട്ട് ഫുൾ ടൈം എടുക്കുകയാണ്. അത് വലിയ എററാണ്. സൂത്രപ്പണികളാണ് അവർ പറഞ്ഞത്. നിങ്ങൾ വേറെ ഫംഗ്ഷനിൽ പോയി വേറെ ഫംഗ്ഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഇത് ഓഫ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യാം. ആൻഡ്രോയിഡ് ഓട്ടോ ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ ഓൺ ചെയ്തു കഴിഞ്ഞു, പിന്നെ ആ ട്രിപ്പ് കഴിയുന്നവരെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു സോഫ്റ്റ്വെയർ ബഗ് തന്നെയാണ്. കാരണം നമുക്കൊരു ആവശ്യമില്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഓഫ് ചെയ്യാൻ പറ്റണം, ആ ആപ്പ് ഓഫ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിനത് സാധിക്കുന്നില്ല. അതിന് ഒരു വലിയ ബഗ്ഗാണ്. അത് ആൻഡ്രോയിഡ് ഓട്ടോ മാത്രമല്ല. അപ്പോൾ റേഡിയോ ഓൺ ചെയ്തു കുറച്ച് കഴിഞ്ഞ് പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നി, റേഡിയോ ഓഫ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ റേഡിയോ ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. നമുക്ക് വേണമെങ്കിൽ സൗണ്ട് മ്യൂട്ട് ചെയ്ത് കളയാന്നല്ലാതെ റേഡിയോ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഏത് ആപ്പുകളും ഇതെല്ലാം ബേസിക്കലി ഓപ്പറേറ്റിംഗ് OS ആയിരിക്കും. ഇപ്പോൾ ആൻഡ്രോയിഡ് OS ആണെന്ന് എനിക്കറിയില്ല. ഏത് OS-ൽ വർക്ക് ചെയ്യുന്ന ആപ്പുകളായാലും ശരി, അത് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യാൻ നമുക്കൊരു ഒരു ഫംഗ്ഷൻ, ഒരു ഫെസിലിറ്റി വേണം. അത് വളരെ സിമ്പിളാണ്. ഒരു ജാവയിലാണ്, ഞാൻ ജാവ പ്രോഗ്രാമറാണ്. ജാവയിലേക്കാണെങ്കിൽ 2, 3, 4 ലൈൻ കോഡ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഫംഗ്ഷനുള്ളൂ. ഒരു ഫംഗ്ഷൻ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റേഡിയോയുടെയൊക്കെ പ്രശ്നം മൾട്ടിമീഡിയ ഫംഗ്ഷനാണ്. നമ്മളത് ക്ലോസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തില്ലെങ്കിൽ അത് റേഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമില്ല. വേറെ എന്ത് സ്ക്രീനിൽ നിന്ന് ആക്ടിവിറ്റി എടുത്താലും ഈ റേഡിയോയുടെ സൗണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ റേഡിയോ നമ്മൾ മ്യൂട്ട് ചെയ്യണം. സൗണ്ട് ഫുള്ളായിട്ട് മ്യൂട്ട് ചെയ്യണം. സൗണ്ട് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് പല ഫംഗ്ഷനുകളിൽ സൗണ്ട് കേൾക്കാതെ വരും. അപ്പോൾ അത് വലിയ ഒരു ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺ ചെയ്യാനും ആവശ്യം കഴിഞ്ഞാൽ ഓഫ് ചെയ്യാനും പറ്റണം. ഇനി ആ ഫംഗ്ഷനിൽ നിന്നും എക്സിറ്റ് ചെയ്യാനും പറ്റണം. അത് ഏതൊരു ആൻഡ്രോയിഡ് ആപ്പിൻ്റെയും, ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കണത് അറിയില്ല, ഏതൊരു ആപ്പിൻ്റെയും അടിസ്ഥാന ഫംഗ്ഷനാലിറ്റിയുടെ ഭാഗമാണ്. നിർഭാഗ്യവശാൽ ഇതിലെ ആ ഒരു എറർ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് ഓട്ടോയിലും കണ്ടു, റേഡിയോയിൽ കണ്ടു, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഫോൺ ചെയ്യാനുള്ള ഫെസിലിറ്റി അതും വർക്ക് ചെയ്യില്ല. കാരണം നമ്മൾ ഇത് ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആൻഡ്രോയിഡ് ഓട്ടോ കയറി പിടിക്കും. ആൻഡ്രോയിഡ് ഓട്ടോ ആണ് പിന്നെ ഫംഗ്ഷൻ ചെയ്യുക. അപ്പോൾ ബ്ലൂടൂത്ത് കോളിംഗ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഉപയോഗമില്ല. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വേണ്ട, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ ഫോണുകളിലും, എല്ലാ കാറുകളിലും ഇപ്പോൾ ആ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് നമുക്ക് ഫോൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു ഫെസിലിറ്റി ഇപ്പോൾ ഈ കാറിലില്ല. അന്ന് ഈ ഫോൺ ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഓൺ ചെയ്യണം. അല്ലാതെ ഇതിനകത്ത് ഒരു ആപ്പുണ്ട്, ബ്ലൂടൂത്ത് കോൾ എന്നുണ്ട്. പക്ഷേ ആപ്പ് വർക്ക് ചെയ്യില്ല. നമ്മൾ എപ്പോഴെങ്കിലും ബ്ലൂടൂത്ത് ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആൻഡ്രോയിഡ് ഓട്ടോ കയറി പിടിക്കും, പിന്നെ ആപ്പ് വർക്ക് ചെയ്യില്ല. അതൊരു വലിയ സോഫ്റ്റ്വെയർ ബഗ് തന്നെയാണ്. അത് അവർ റെക്ടിഫൈ ചെയ്യേണ്ട ബഗ്ഗാണ്. കാരണം എല്ലായ്പ്പോഴും നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ല. വല്ല ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത റൂട്ടുകളിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയുടെ ആവശ്യമുള്ളൂ. കാരണം നമുക്ക് മാപ്പ് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ലൊക്കേഷൻ അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആവശ്യമുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റേഡിയോ വെറുതെ കോൾ മാത്രമേ വിളിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അതിനകത്ത് ഫുൾ ആൻഡ്രോയിഡ് ഓട്ടോയുടെ ആവശ്യമില്ല. വെറുതെ കോൾ വരുമ്പോൾ കോൾ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കോൾ വിളിക്കാനോ ഒന്നും നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയുടെ ആവശ്യമില്ല. അപ്പോൾ അതിനുള്ളൊരു ആപ്പ് ഇതിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ആപ്പ് നിർഭാഗ്യവശാൽ ഫംഗ്ഷനിങ് അല്ല. അതൊരു വലിയ പ്രശ്നമാണ്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഡീലറെ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെയും അവരത് റെക്ടിഫൈ ചെയ്താൽ കാണുന്നില്ല. ഇപ്പോഴും ഞാൻ നോക്കിയപ്പോഴും ആ സെയിം അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് റെക്ടിഫൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, ഒരു UK ബേസ്ഡ് കമ്പനിയാണ്, 100 വർഷം പഴക്കമുള്ള കമ്പനിയാണ്. അപ്പോൾ ഇതുപോലത്തെ കൊച്ചു സോഫ്റ്റ്വെയർ ബഗ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പരിഹരിക്കേണ്ടതല്ലേ? ഒരു പ്രശ്നമില്ല, നിസ്സാര സമയം കൊണ്ട് പരിഹരിക്കാവുന്നതുള്ളൂ. എന്തുകൊണ്ടാണ് പരിഹരിക്കാത്തത് എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ബഗ്ഗുകളാണിത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് പരിഹരിച്ച് കണ്ടില്ല. പരിഹരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പരിഹരിക്കട്ടെ എന്ന് ആശിക്കാം.